ഹായ്. ഡാഡി ഗിരിജയുടെ സ്ഥാപനവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കുറേയധികം കോൺട്രവേഴ്സീസ് ഇറ്റ്സ് നോട്ട് എൻഡിങ്, എൻഡപ്പാണ്. ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. 30-ാം തീയതി വരെ നമുക്ക് വീണ്ടും സമയമുണ്ട്. 30-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം തീരെ ഉണ്ടാകത്തില്ല. പറയുന്ന കാര്യങ്ങളും പ്രവൃത്തിയും ഒക്കെ തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതാകുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരാം. എൻ്റെ സംശയങ്ങൾക്കൊന്നും വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല, ഒരു കോമഡി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി അവിടുത്തെ മെമ്പർ ഉൾപ്പെടെ ഡാഡി ഗിരിജ ഉൾപ്പെടെ മൊത്തം കോമഡി പീസുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ ക്രിമിനൽ ബുദ്ധിയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിന് കൂട്ടു നിൽക്കുന്ന കുറേ കോമഡി പീസുകൾ. വിഷയത്തിലേക്ക് വരാം. ഒത്തിരി പേർക്ക് ഫോൺ കോൾസ് വന്നു എന്നാണ് അറിയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഫോൺ കോൾസ് വന്നു എന്നാണ് പറയുന്നത്. മിക്കവാറും വിളിച്ചവരൊക്കെ നല്ലതുപോലെ കൊടുത്തു കാണും. കാരണം പോലീസിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം ഇപ്പോഴും അവരിങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്നുണ്ട്. പിടികിട്ടാ പുള്ളിയായിട്ട് മകൻ അറിയപ്പെട്ട് കഴിഞ്ഞു. മകനെതിരെ കേസെടുത്തു. കോടതി അതിന്റെ കൃത്യമായ കൃത്യനിർവഹണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡാഡി ഗിരിജയ്ക്കെതിരെ ഒരു കുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട്. കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഒരു സ്ഥാപനം നടത്തിപ്പിക്കൊണ്ട് പോകാനുള്ള എല്ലാ എലിജിബിലിറ്റിയും അവർക്ക് നഷ്ടപ്പെടുകയാണ് ഇതിൽ കൂടെ. ഇനിയും അവർക്ക് അങ്ങനെ ഒരു സ്ഥാപനം പുതുതായി നടക്കാനുള്ള ഒരു പഴുത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത് CWCയുടെ മുഴുക്ക അവരുടെ കുറ്റമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. വിഷയം പറയാം. ബിനീഷ് എന്ന് പറയുന്ന ചങ്ങാതി കൂട്ടത്തിന്റെ ആ ഒരു പേജിന്റെ ഓണർ, അവനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തിട്ടുള്ളത്. ഒത്തിരി പ്രാവശ്യം ഇതിന്റെ പിറകെ നടന്ന് എന്താണ് ഏതാണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തിട്ടുള്ളത് ബിനീഷ് തന്നെയാണ്. ബിനീഷിനെതിരെ ശക്തമായ രീതിയിൽ അവർ ആക്രമണങ്ങൾ അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പലരെ കൊണ്ട് വിളിപ്പിക്കുക, പല രീതിയിൽ ഇൻസൾട്ട് ചെയ്യുക, നുണ പറഞ്ഞെന്ന് പറയുക. അപ്പം നമ്മുടെയൊക്കെ ടൈം ലൈനിൽ ബിനീഷിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടാൽ പോലും അതിലും വന്ന് മോശം പറയുക, ബിനീഷിനെ വഴിതിരിച്ച് വിടാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ തുടങ്ങി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ബിനീഷിനെതിരെ ചെയ്യുന്നുണ്ട്. പക്ഷെ ബിനീഷ് മാത്രമല്ലല്ലോ ഇതിനകത്ത്, എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ സ്റ്റോപ്പ് ചെയ്യുന്നുമില്ല. ആകെ മൊത്തത്തിൽ അവർക്ക് മനസ്സിലായി ഇത് ഒരാളല്ല, ഒരു കൂട്ടം ആൾക്കാരാണ് നിൽക്കുന്നത് എന്നുള്ളത്. എൻ്റെ ഇൻറ്റൻഷൻ ഒന്നേ ഉള്ളൂ, ആ കുഞ്ഞുങ്ങൾ സേഫ് ആവുക എന്നുള്ളത്. അത് നടന്നിട്ടുണ്ട്. അത് ആ കുട്ടികളുടെ പേരൻസിന് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അവിടെയുള്ള അമ്മമാർ, ഈ അമ്മമാരുടെ ഒരു പേരൻറ്റും ഒരു രീതിയിലുള്ള ആൾക്കാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അതെൻ്റെ വിഷയമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇൻസ്പെക്ഷനും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് നേരെ ഒരു ക്യാമറയും ഞാൻ എന്തായാലും തൂക്കി വയ്ക്കും. അതിനപ്പുറം അവർ നമ്മളെയും ക്യാരക്ടർ അസാസിനേഷൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറയുന്നത് കേട്ടില്ലേ, പൈസ വിഷയം അത് ഇത് എന്നൊക്കെ. നിങ്ങൾ എന്ത് വാഴയ്ക്ക് പറഞ്ഞാലും എൻ്റെ കല്യാണാലോചനയല്ല ഇവിടെ നടക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ കൊണ്ട് ഒരു വാഴയും നടക്കാൻ പോകുന്നില്ല, ഒരു ഞൊട്ടയും നടക്കാൻ പോകില്ല. ബിക്കോസ് ഞാൻ അടുത്ത ബൈ ഇലക്ഷന് നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പ്രധാനമന്ത്രിയുടെ കാൻഡിഡേറ്റ് അല്ല. എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ഒരു മുട്ടയും നടക്കാൻ പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പറയാനുള്ളത് ഇവിടെ പറഞ്ഞിടാൻ വേണ്ടി തന്നെയാണ്. അനാവശ്യമായ സെൽഫ് ബൂസ്റ്റിങ്ങിനൊന്നും ഞാൻ വന്ന് നിൽക്കാത്തത്. ഇപ്പോൾ ബിനീഷിൻ്റെ വിഷയത്തിൽ ഇടപെട്ട ആ മെമ്പറിനെ പറ്റിയ നാട്ടുകാർ പറഞ്ഞതൊന്ന് കേൾക്കാം. മൂന്നാം വാർഡിലെ ജനപ്രതിനിധി, ഒരു വട്ടമുഖമുള്ള വെളുത്ത ഒരു പുള്ളിക്കാരി, പേരൊന്നും എനിക്കറിയത്തില്ല. ആ പുള്ളിക്കാരി ഒരു ദിവസം എൻ്റെ പറമ്പിൽ കിടന്ന ഒത്തിരി വിറവ് നമ്മളോട് ആരോടും ചോദിക്കത്തൊന്നുമില്ല. നമ്മളോടെന്നാ നമ്മൾ ഈ രീതിയിലെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, കേസോ വഴക്കോ എല്ലാമാ. എങ്കിലും നമ്മുടെ പറമ്പിൽ കിടന്ന വിറവ് എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ ഇതുപോലെ ചെന്ന് ചോദിച്ചു, ഇത് ആരോട് ചോദിച്ചിട്ടാണ് എടുത്തത്? നമ്മുടെ തൊട്ടപ്പുറത്ത് കിടന്നേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നതാണ്. ഇത് ഒന്ന് ചോദിക്കാമല്ലോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ആ രണ്ടാം വാർഡിലെ ആ പുള്ളിക്കാരി മെമ്പർ, അത് ഓൾ ടൈം ഇവിടെ ഉണ്ട്. ആ പുള്ളിക്കാരി ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ഈ പുള്ളിക്കാരി എന്നോട് വന്നു, കണ്ടോ ഞാനൊരു ജനപ്രതിനിധിയാണ്, നിങ്ങളാരും എന്തോ സംസാരിക്കാനാ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. അവർക്ക് ഭിന്നശേഷിക്കാരെ ഒരു കുഞ്ഞുണ്ട്, അത് പറഞ്ഞിട്ടാണ് അവർ രക്ഷപ്പെടുന്നത്. എന്ത് ഭിന്നശേഷിയാണെങ്കിലും കൊള്ളാം, ഒരു ജനപ്രതിനിധി സാധാരണ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. എൻ്റെ കൂടെ ആരാ നിൽക്കുന്നത്? നിങ്ങളാ എൻ്റെ കൂടെ നിൽക്കേണ്ടത്. ഇവിടെ ന്യായം ആരുടെ പക്ഷത്താന്ന് നോക്കി അതിൻ്റെ അടുത്ത് നിൽക്കാനാണ് ഒരു ജനപ്രതിനിധി ശ്രമിക്കേണ്ടത്. നിങ്ങൾ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കേട്ടല്ലോ, വിറക് കക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്ന ഒരു പ്രത്യേകതരം ജന്തുവാണ് അവിടുത്തെ മെമ്പർ എന്നുള്ളതിന് തെളിവാണ് ഈ പറയുന്നത്. ഈ സ്ത്രീ വളരെ ഉപദ്രവകാരിയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അവരെ പറ്റി പൊതുസമൂഹം പറയുന്നത്. ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ആ ജനം എന്ന് പറയുന്നതിൽ അയൽവക്കത്തെ ചേച്ചി വരും. അവരും ആ നാട്ടിലെ തന്നെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ അവർക്ക് വേണ്ട ന്യായം കൊടുക്കുന്നതിന് പകരം അവരെ നീക്കി നടത്തിക്കൊണ്ട് ഡാഡി ഗിരിജ ആ നാട്ടുകാരി പോലുമല്ല, മറ്റൊരിടത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. ഇത് അവിടുത്തെ ലോക്കൽസാണ്. അവർക്കില്ലാത്തൊരു ഇമ്പോർട്ടൻസ് മറ്റവർക്ക് കൊടുക്കുന്നത് ഒന്നിൽ ചിക്കിലിമേൽ കണ്ണ് വെച്ചിട്ടുള്ള കളികളാണ്. അപ്പോൾ ജനപ്രതിനിധികൾക്ക് ചില ഇടങ്ങളിൽ ഓവറായിട്ട് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ചില വിലക്കുകളുണ്ട്. കൂടുതൽ അവരുമായിട്ട് ഇത് നടത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർ ശത്രുവശത്തുള്ളവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ആകെ മൊത്തം ഞാൻ പറയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീ അവിടെ പോയി നിന്നുകൊണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 18-ാം തീയതി ഒരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ. മുൻകൂർ ജാമ്യം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മെമ്പർ ഉൾപ്പെടെ പോകുന്നു. പിന്നെ മെമ്പർ പോയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമല്ലേ അവിടെ നടക്കുക. അപ്പോൾ മെമ്പർ പോയി അത് പറഞ്ഞതിനെതിരെ ബിനീഷ്
ഒരു പോസ്റ്റ് ഇട്ടു. എൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടില്ല, പക്ഷെ ബിനീഷ് എന്തോ ഇവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ബിനീഷിനെ പോലീസ് വിളിച്ച് വിരട്ടിയിട്ടുണ്ടെന്നാണ് അറിവ്. അപ്പോൾ ബിനീഷ് അതിനെതിരെ സംസാരിക്കാൻ, അതായത് അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഈ പറയുന്ന മെമ്പറുടെ ഒരു ഗ്രൂപ്പ്, മെമ്പറുടെ എന്താ പറയണേ, ഒരു മെമ്പറുടെ ഒരു വെച്ചുകൊടുക്കാരാ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് തന്നെ അവർ വിളിച്ചൊന്ന് വിരട്ടിയിട്ടുണ്ട്. ആ വിരട്ടലിന് നമ്മുടെ ബിനീഷ് ഒരു മറുപടി കൊടുക്കണം. ഇനി അടുത്തത് പുള്ളി അങ്ങോട്ട് വിളിക്കുകയാണ്. വേണ്ട നീ അങ്ങനെയൊന്നും ചെയ്യണ്ട, നീ സമാധാനം ലൈവിൽ തന്നെ വിളിക്കാന്ന് കേട്ടോ. വിളിക്കുകയാണേ. ഇവിടെ നീ ലൈവിലൊക്കെ ഇരുന്ന് ഫോണൊക്കെ വിളിക്കണ എന്തിനു ചെറുക്കാ, കൊച്ചിറക്കാ? കോമഡി ടിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. പറ, സ്പീക്കർ ചെയ്യറാ. ചേട്ടാ കേക്ക് ചെവി കേൾക്കാൻ വയ്യ. ചേച്ചി പറഞ്ഞു, മോനെ എനിക്ക് ഭിന്നശേഷിക്കാരെ കുഞ്ഞുള്ളതാണ്, ഡിലീറ്റ് ചെയ്യണോ? ഞാൻ ഓക്കെ ചേച്ചി ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡിലീറ്റ് ചെയ്താണ്. ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ചപ്പോ ഇവര് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ കാര്യം സംസാരിച്ചത്. വേറെ ഒന്നും അതാണ് സംസാരിച്ചത്. അവര് പ്രസ് മീറ്റ് വിളിച്ചപ്പോ ഇവരുടെ കൂടെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കുറെ പേര് ചേട്ടാ ഇപ്പൊ പോലീസുകാരെ വിളിച്ച് ഉടക്കി. അതുകൊണ്ടാണ് ചേച്ചിയുടെ അടുത്തും പറഞ്ഞിട്ടതല്ല, പോലീസുകാരെ വിളിച്ച് ഉടക്കിക്കൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അവളെ കൊച്ചിനെയും, അതായത് എന്തോ ഭിന്നശേഷിക്കാരനായ കൊച്ചുണ്ടെന്ന് അവൾക്ക്, ആ കൊച്ചിനെയും കൊണ്ട് അവൾ ഇറങ്ങി പോയിട്ടുണ്ട്. എവിടെ പോയെന്ന് അറിയാൻ പറ്റത്തില്ല. ബിനീഷ് കുറ്റക്കാരനാവും, ബിനീഷ് അകത്താവും. കാരണം അവരെവിടെയെങ്കിലും പോയി ആത്മഹത്യ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ബിനീഷാണ് പ്രശ്നം എന്നാണ് പറഞ്ഞു വരുന്നത്. നീ ഇനി എന്ത് വാഴയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ബിനീഷ്, നീ പെട്ട്. നിങ്ങളുടെ വീട്ടിൽ പെൺമക്കളുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പെൺമക്കളെ ഇതുപോലെ പരിപാടി ചെയ്യിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ കൂട്ടുവെക്കോ? അതൊക്കെ ഇവിടെ ചോദിച്ചോളൂ. ഞാൻ അവരുടെ മോശമായിട്ട് നീ അടങ്ങണ 50 പൈസക്ക് ചെറുക്കം പറയണമെന്ന് കേൾക്കും. നീ ബിനീഷ് നല്ലൊരു ഇത്തിരി അഹങ്കാരം. അയ്യോ, ഞാൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കും. നമ്മളെ കാര്യം ഉണ്ടാക്കാൻ പറ്റും. നീ ഒന്നും ഉണ്ടാക്കണം. ആയിക്കോട്ടെ, പ്രശ്നം അതിനെ പോലീസിനെ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കി, പിന്നെ കുണ്ടകളെ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കി. അയ്യോ, ആ ചേച്ചി കൂടെ ഉണ്ടാക്കാം. ചേച്ചി കാണാതെ പോയ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അതങ്ങനെ ഓർത്തില്ല കേട്ടോ. അത് എക്സ്പെക്ട് ചെയ്താണ്, അൺഎക്സ്പെക്റ്റഡ് അറ്റാക്ക് ആയിപ്പോയി. ചേച്ചി കൂടെ ഉണ്ടായിട്ടാണ് സാട്ടം പറഞ്ഞത്, നിന്നെ വെറുതെ വിടൂലടാ, നിന്നെ തീർക്കുമെന്ന്. ചേച്ചി ഒളിച്ചോടി പോയെന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിയെ കുറിച്ച് ഞാൻ ഇവിടെ ഒരു തേങ്ങ പറഞ്ഞിട്ടില്ല. കേട്ടോ, ഇവിടെ അവര് അടുത്തുണ്ടായിരുന്നു കേട്ടല്ലേ. എന്നിട്ട് ഗുണ്ടകളെ കൊണ്ട് പേടിപ്പിക്കുന്നു. ഞാൻ കേൾപ്പിച്ചില്ല, റെക്കോർഡ് ചെയ്തില്ല, ലൈവിലായിരുന്നു റെക്കോർഡ് ചെയ്തില്ല. ഈ ഗുണ്ടകളെ കൊണ്ട് പേടിപ്പിക്കുന്നു. ഇത് അവസാന തടവാ. കേരള പോലീസ് പുച്ഛം തോന്നുന്നു നിങ്ങളോടൊക്കെ, പുച്ഛം. തെറി വിളിക്കരുത് ബിനീഷ്, തെറി വിളിക്കരുത്. നിങ്ങളൊക്കെ വീണ്ടും കാണും കൊച്ചു പെൺപിള്ളേര്. ആ കൊച്ചു പെൺപിള്ളേരെല്ലാം കൊണ്ടുവന്ന് ഇതുപോലെ ഞാൻ കേൾപ്പിച്ചാലോ ഇന്ന് ഒന്നൊരു ചേച്ചിയുടെ വോയിസ് കേൾപ്പിച്ചാലോ. ഈ ചേച്ചിയുടെ വിഷമത്തിലേക്കായി വരുന്നതല്ല ഒന്നും. മനസ്സിലായോ? ഞാൻ കേൾപ്പിച്ചേരാം. ഈ ചേച്ചിയുടെ വിഷമത്തിലേക്കായി ഒന്നല്ല ഒന്നും. ഇത് കേട്ടോ, കഷ്ടം തന്നെ. ഒരു ബെഞ്ച് ഇതിനെ കുറിച്ച് ഒരു ചേച്ചി പറഞ്ഞു കേട്ടോ. ഇത്രയും ദിവസമായിട്ട് പേടിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ പേടി. എന്താ വെച്ചാൽ അവര് പിടിക്കാതെ ഉത്തരവിടാറുണ്ട്. അവര് എന്തെങ്കിലും ചെയ്യേണ്ട പിന്നെ അവര് എന്നതാക്കി കളയാനായിട്ട് പേടി. എന്താ വെച്ചാൽ അവരുടെ പേര് പറയുമ്പോഴേ അവർക്ക് പേടിയാണ്. അവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയൊക്കെ അവരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇനി അവര് എന്റെ കുഞ്ഞിനെ അവർ കാണാൻ എന്റെ കുഞ്ഞിന്റെ അവസ്ഥ സംഭവം ഞാൻ പറയാം. ഈ ചേച്ചിയുടെ കുഞ്ഞിനെ മാനവമായിട്ട് ഉപദ്രവിച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് പോക്സോ കേസിൽ സ്വന്തം അച്ഛനെതിരെ സ്വന്തം അച്ഛൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് മൊഴി കൊടുപ്പിച്ചാണ് ഒരു കൗൺസിലറെ കൊണ്ട്. അത് ആ വോയിസ് എന്റെ ഈ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ മുതൽ ഉള്ള പരിപാടിയാണത്. ഇന്ന് CWC ആ കൊച്ചിന്റെ വാർഡനെ വിളിച്ച് ചോദിച്ചതാണ്, ഈ അമ്മ എടുത്ത് അയച്ച വോയിസ് എന്ന് വെച്ചതിന് ഈ CWC എടുത്ത് അയച്ചേക്കുവാണ്. നാണിച്ചോക്ക് എന്ത് തെമ്മാടിത്തരമാണ് ചെയ്യുന്നത്.
ഈ നാട്ടിൽ എന്ത് തോന്നിയാസം കാണിക്കാമോ പോലീസിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ? ഞാൻ തോറ്റു കൊടുക്കണോ ഇവരുടെയൊക്കെ മുന്നിൽ? ഒന്നും വേണ്ട. എന്നെ പിടിച്ച് നിങ്ങൾ ആത്മഹത്യാ ഇപ്പൊ ഇവർ ചെയ്യാൻ പോകുന്ന അടുത്ത ആത്മഹത്യാ ശ്രമം നടത്തി നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, എനിക്കെതിരെ കേസ് എടുക്കും. ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ചേച്ചി, ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ പോയി എന്ത് ചെയ്യാനോ നിങ്ങളുടെ പേരോ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ഇത്ര തെമ്മാടത്തിൽ കൂട്ടിരിക്കുന്നവർക്കെതിരെ എല്ലാം ഇനി പറയും. ഈ ചേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ വരുന്നല്ല, നിങ്ങളുടെ കുഞ്ഞും ഒരു വേറൊരു കുഞ്ഞും കേട്ടോ, ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് സംശയം വിളിച്ചു നോക്കുക വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ റാന്നിയില് ഈ കുഞ്ഞിനെ കൊണ്ട് വ്യാജ പോസ്റ്റർ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഇല്ലാന്ന് പോലീസ് പറയുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് അടൂർ പോലീസിന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കാം. മനസ്സിലായില്ലേ? അടൂർ പോലീസ് എന്താണെന്ന് ഞാൻ മുൻപ് മനസ്സിലാക്കിയതാണ്. ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് ചെന്ന് പരാതി എടുക്കാനും പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാളെ വിളിച്ചു വരുത്താനും പറഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ കുട്ടികളോട് പറഞ്ഞതെന്നറിയാമോ? ഷെഫീനായെ നീക്കി നിർത്തിയാൽ ഈ പ്രോബ്ലം ഞങ്ങൾ ഇപ്പം പരിഹരിച്ചില്ല, നിങ്ങളുടെ ക്യാഷും കിട്ടും, ഷെഫീനായി അങ്ങ് പറഞ്ഞു വിടാൻ. കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ചേച്ചി ഇതിനകത്ത് ഇടപെടേണ്ട ചേച്ചി ഇടപെട്ട പൈസ കിട്ടത്തില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെയല്ല ചേച്ചി പോയിക്കോട്ടെ, അവർ പൈസ തന്നോളും എന്നാ പറഞ്ഞ് ചേച്ചി പോയിക്കോന്ന്. ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ ഇങ്ങ് പോരാണെങ്കിൽ നമ്മളായിട്ട് ഇനി അവർക്ക് പൈസ കിട്ടാതെ എങ്ങാനും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാനായിട്ട് ഞാൻ ഇങ്ങ് പോരുകയും ചെയ്യും. പാതി വഴി എത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സംശയം തോന്നി, അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പം കൂട്ടത്തിൽ 1-2 നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അവരെ വിളിച്ചപ്പം അവർ ഫോൺ എടുക്കുന്നില്ല, ഇവർ വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ല. പെട്ടെന്ന് എന്താ സംഭവിച്ചേ എന്നുള്ളൊരു ഡൗട്ട് വന്നു. അതിൽ ഒരാൾ ഞാൻ തുടരെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അത് ചേച്ചി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങളോട് ചേച്ചിയെ കാണാതെ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി തിരിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? ഇവരെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് പരാതിയില്ല എന്നുള്ളത്. അടൂർ അണ്ണൻ്റെ ഒരു മിടുക്കെ. ഞാനൊരു ലൈവ് ഇട്ടായിരുന്നു. പിന്നീട് അയാൾ CI നേരിട്ട് വന്നിട്ട് പറഞ്ഞത് ലൈവ് മുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മുക്കി കൊടുത്തു, കാരണം പിള്ളേർക്ക് പൈസ കിട്ടുക എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇത് കേസിലേക്ക് പോകുന്നതും. പിന്നെ അല്ലാത്ത പ്രശ്നങ്ങൾ സുരാജ് പാലക്കാരനാണ് അന്ന് നമ്മൾ ഈ ട്രബിളിൽ കൊണ്ടാക്കി, അല്ലെങ്കിൽ അത് നല്ല സക്സസ്സിൽ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നടന്നിട്ടുണ്ടാകുമായിരുന്നു. സോ അടൂർ പോലീസ് കള്ളന്മാർക്കൊപ്പമാണെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഏരിയയിലൊന്നും പോവാതെ മാറി നിൽക്കുന്നത്. കാരണം മനഃപൂർവ്വമല്ലോ അല്ലാതെയോ നമ്മളായിട്ടൊരു വഴി അവർക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഒരു വഴി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൈകാലിട്ട് അടിച്ചാൽ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ അതിനകത്ത് സക്സസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് അത് താഴ്ന്നു വീഴരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ സ്ത്രീ ഭയങ്കര സൂത്രശാലിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ സംഭവങ്ങൾ തന്നെ ധാരാളം. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, ഇവരെ CWC അവിടെ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്, കുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട്, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗിരിജയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതൊക്കെയല്ലേ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ഇതിനപ്പുറം നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ പേഴ്സണൽ ഹിസ്റ്ററി അത് നമ്മളല്ല പറഞ്ഞത്, അവിടുത്തെ നാട്ടുകാരാണ് പറഞ്ഞത്. നാട്ടുകാരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു യൂട്യൂബറിൻ്റെ അവകാശമാണ്. അത് നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യും. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദേക്കണ്ടീനെ അത്രേ ഉള്ളൂ. ഞാനത് അടിച്ചുറപ്പിച്ച് യെസ് എനിക്കറിയാം എന്നല്ലല്ലോ പറഞ്ഞത്. പൊതുസമൂഹം എന്ത് പറയണോ അതല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മുടെ ചുറ്റുമുള്ളവർ പറയുന്നത് എന്താണോ അതേ നമുക്ക് പറയാൻ പറ്റൂ. അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുന്ന കംപ്ലയിൻറ്റ് അനുസരിച്ചിട്ട് ആ സ്ത്രീ, അതായത് അത് പറഞ്ഞ സ്ത്രീ അത് മാറ്റി പറയണം. അവരത് ജമ്മത്ത് മാറ്റി പറയത്തില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ചേച്ചി എന്ന് പറയുമ്പോൾ ഇവരവരോട് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. ഇവർ പറഞ്ഞ ഇവരുടെ വോയിസ് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവരെ ഭർത്താവിനെ പറ്റി, കുടുംബിയെ പറ്റി മോശം പറയുന്നതും അതിനകത്തുണ്ട്. അപ്പം ആകെ മൊത്തത്തിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുള്ളപ്പം അനാവശ്യമായി അവിടെ പോയി ചാടി കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ ഇത് ഇപ്പോഴത്തേക്ക് താൽക്കാലികമായി കുറച്ച് നേരത്തേക്ക് ഒരു മൗനം ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെയല്ല. നമ്മൾ ഒൺസ് ഒരു വിഷയം ഏറ്റെടുത്തത് തന്നെയാണ്. തുടർ നടപടികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ തന്നെയാണ്. ഞാൻ പിന്മാറില്ല, എനിക്ക് പിന്മാറുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ പ്രസന്റ്ലി അവിടെ നിന്നുകൊണ്ട് ബഹളം വയ്ക്കാൻ താല്പര്യമില്ല. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഭയങ്കര ക്രൂക്കഡാണ് അവർ. ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ എന്തുവാ, അവർ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി പോയിട്ടുണ്ടോ, ചെറുക്കൻ പേടിക്കില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അടുത്ത് അവൻ കുഴപ്പക്കാരനാണ്, അവൻ കാരണം അവർ കാണാതെ പോയി. ഈ നരേഷനാണ് കൊണ്ടുവരുന്നത്. ആ സ്ത്രീ ഒരു മെമ്പർ പോലുമല്ല. മെമ്പർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന വകുപ്പ് ഏതാണോ അവിടേക്ക് കയറി കംപ്ലയിൻ്റ് ആണ് ചെയ്യണം, അല്ലാതെ സംസാരിക്കാൻ പോകരുത്. നോ ടോക്കിംഗ്. ഈ ഒരൊറ്റ സാധനം വിറ്റ്നസ്സാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ ഇടപെടാൻ പറ്റും. അപ്പോൾ അതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ വരും ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാം. സഹായിക്കാൻ പറ്റുന്നവർ കംപ്ലയിൻറ്റ് കൊടുത്ത് സഹായിക്കുക. കാരണം ഒരു മെമ്പർ, വാർഡ് മെമ്പർ, ആ വാർഡിലുള്ള മനുഷ്യർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യുന്നതിന് പകരം അതിൽ കുറച്ച് കാര്യമായിട്ട് പൈസ കൊടുക്കുന്ന സ്ത്രീക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വെറും വൃത്തികേട് കാണിക്കുന്നത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നത് തെറ്റാണ്. നമ്മൾ നീതി നിഷേധം പോലെ ഒരു സംഗതിയാണ് നമ്മളൊരു ക്രൈം കണ്ടിട്ട് അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ബിനീഷിനൊപ്പം തന്നെ ബിനീഷ് സേഫായി നിൽക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഉണ്ട് കേൾക്കാം. ഈ നാട്ടിൽ ഒരു കോപം നടക്കാൻ പോകുന്നില്ല. ഈ മറ്റേ ഡാഡി കിരിച്ച മമ്മി കിരിച്ച മറച്ച കിരിച്ച ഒന്നും ഒരിക്കലും ആകാനും പോകുന്നില്ല. ഇതുപോലെ നാടുകളുള്ള നാടുകളുള്ളപ്പോ എന്ത്
നിയമം എന്ത് പോലീസ് അതിന് ഈ അടൂർ പോലീസാണ് ഈ കേസ് എടുക്കുന്നത്. ഞാൻ ഇവരോട്ട് ഒരിക്കലും സഹകരിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൊടുക്കുന്നില്ല. ഞാൻ ഇവരോട്ട് ഒരു കാര്യത്തിൽ സഹകരിക്കുന്നില്ല. ഇവരാണ് ഇവരുടെ എല്ലാ സപ്പോർട്ടിനും കൂടെ. അടൂർ പോലീസ് ഈ വോയിസ് റെക്കോർഡെല്ലാം അതിനകത്തുണ്ടല്ലോ. എന്ത് തെമ്മാടുത്തരാണെന്ന് ആലോചിക്കണേ. മോനോട് ആരാ പറഞ്ഞ പപ്പ അവിടൊക്കെ തൊട്ടെന്ന് പറയാം. ഞാൻ അവിടുത്തെ കൗൺസിലർ ഐശ്വര്യ ചേച്ചി ആ കുഞ്ഞ് പറയുന്ന 3 മിനിറ്റ് ഓടിയും ആ കുഞ്ഞിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഇതൊന്നും ആർക്കും വേണ്ട. എന്റെ ഇങ്ങനെ ഒരു വാർത്ത വന്നു. അയ്യോ തൂത്തോണ്ട് കയ്യിലടിച്ചു. കേട്ട കഥകളൊക്കെ ഒരുപാട്. അതൊന്നുമില്ലാതെ നൈസ് കയ്യിലടിച്ച വാർത്തയും കൊടുത്തിട്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിനെങ്കിൽ പുച്ഛമാണ്. ഇതുപോലുള്ള തീട്ട കേസിലൊന്നും എന്നെ വിളിക്കല്ലേ ദൈവം. അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. ഞാൻ പോയി കിടന്നോളാം 2 ദിവസം. ജാമ്യം കിട്ടുമല്ലോ. സത്യം പുറത്തു വരുമ്പോൾ ജാമ്യം കിട്ടുമല്ലോ. അത് മതി. ആ പറഞ്ഞത് ന്യായം. ഞാനും പലയിടങ്ങളിലും വാദിയായിട്ട് പോകാതെ പ്രതിയായി പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നീതി നിഷേധം നടക്കുന്നത് കൊണ്ടാണ്. നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിനകത്ത് കൃത്യമായ എവിഡൻസ് വെച്ചാണ് നമ്മൾ പബ്ലിക്ക് കൊടുക്കുന്നത്. അത് എടുക്കുന്നതിന് പകരം നമ്മളെ ശത്രുവാക്കുന്ന ഒരു രീതിയുണ്ട്. ഒന്നും പറയാനില്ല. നമ്മുടെ സിസ്റ്റം മുഴുക്കെ കറപ്റ്റഡ് ആണ്, അത്രേ ഉള്ളൂ. വല്ല ജനപ്രതിനിധി ആയാലും മതിയായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒരു രക്ഷയുള്ളൂ. എന്തൊരു ചെയ്യും മല്ലയ്യ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നമ്മൾ ഈ വിഷയവുമായി മുൻപോട്ട് പോകുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം വേണ്ട എന്നാണോ, അതും അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഞാൻ വെളിയിലാക്കത്തില്ല. മാത്രവുമല്ല, എന്നെ തീർത്തിട്ട് വേണം നിങ്ങളെ അവർ തൊടാൻ. അതിൽ കൂടുതൽ ഒരു പ്രോമിസ് എനിക്ക് തരാനൊക്കത്തില്ല. സോ അൺടിൽ ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം നിങ്ങളെ ആരെയും അവർ തൊടില്ല എന്നുള്ളത് എൻ്റെ വാക്കാണ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.